വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാനും മോളും കൂടെ എറണാകുളത്ത് നമ്മുടെ എടപ്പള്ളി ഒബ്രോൺ മോളിലുള്ള സിംസാം എന്ന് പറഞ്ഞിട്ട് കിഡ്സ് പ്ലേ ഏരിയയിലേക്കാട്ടോ പോകുന്നത്. ഇത് ഞങ്ങൾ പോയതൊരു ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വലിയ റഷ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും റഷ് ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു, കസിൻ്റെ ഫാമിലി ആയിട്ടാണ് പോയത്. കസിൻ്റെ മോനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പിള്ളേർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്തിട്ട് വേണമല്ലോ നമ്മൾ ഒന്ന് കളിക്കാൻ വിടാനായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഫില്ലിംഗ് ആയിട്ട് അവർ പറഞ്ഞ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ബർഗറും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നഗ്ഗറ്റ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കളിക്കാൻ പോയത്. ഇത് എടപ്പള്ളിയിലെ ഒബ്രോൺ മാളിലാണ്, സിംസാം എന്നാണ് പേര്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം സംഭവം കണ്ടപ്പോൾ തന്നെ ഓടുന്ന കണ്ടോ കസിൻ്റെ മോൻ. ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര കിഡ്സിന് അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പും ഒക്കെ ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവരുടെ എൻട്രി ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം 500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പക്ഷേ എക്സാക്ട് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഏജ് അപ്രോപ്രിയേറ്റ് ആണ്, ലൈക്ക് ഏജ് 2 വയസ്സുള്ളവർക്കാണ് ഇത്ര, ആൻഡ് എബോവ് 3 or 4 ആണെങ്കിൽ കുറച്ചും കൂടെ എമൗണ്ട് ആവും. അങ്ങനെയായിരുന്നു. എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ കൂടെ കയറുന്ന അഡൾട്ടിനും കൂടെ പൈസ വേണം. കൂടെ കയറുന്ന അഡൾട്ട് ഇപ്പം 2 years ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു അഡൾട്ട് സൂപ്പർവിഷൻ വേണമല്ലോ. അവർക്കും കൂടെ ഒരു ചെറിയ എമൗണ്ട് അവർ ഈടാക്കുന്നുണ്ട്. അതാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയുള്ളൂ. കാരണം ഇതിന് മുമ്പ് ഞാൻ വേറെ മറ്റേ ചെന്നൈയിലുള്ള മോൾസിൽ ഇതുപോലെ കിഡ്സ് പ്ലേ ഏരിയയിൽ പോകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അഡൾട്ട്സിന് കൂടെ കയറാം. ഓൾറെഡി കുട്ടികളുടെ ആ എമൗണ്ടിൽ തന്നെ അഡൾട്ട്സും ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ അവർ സോക്സും കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് അവർ സോക്സും പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ സോക്സ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം. ഓൾസോ കൂടെ കയറുന്ന അഡൾട്ടിന് ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ അതാണ് എനിക്കൊരു കുറച്ച് ഇതായിട്ട് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല സേഫാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുട്ടികൾക്ക്, ചെറിയവർക്കും വലിയവർക്കും ഒക്കെ കളിക്കാനായിട്ട്. എൻ്റെ കസിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ അവന് 3 വയസ്സാവുന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ മോളാണെങ്കിൽ 6 വയസ്സ്. അപ്പോൾ അവർക്കൊക്കെ കളിക്കാൻ ഒരുപാട് ഓടി നടന്ന് ഫുൾ 1 hour ഫുൾ കളിയായിരുന്നു. ഹാഫ് ആൻ അവറിൻ്റെ ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഹാഫ് ആൻ ഓപ്ഷൻ ഉണ്ട്, 1 hour ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് അപ്പുറത്തെ സൈഡിൽ ഒരു 10 year ഏജ്, 8 to 10 years അല്ലെങ്കിൽ 10 years എബോവ് ഉള്ളവർക്ക് വേറൊരു ഏരിയ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. കാരണം ഇവർ ഇവിടെ തന്നെയായിരുന്നു. ഇവർക്ക് ഇവിടെ തന്നെ അവർ ഫുൾ എൻഗേജ്ഡ് ആവാനുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പം ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചു. ഇപ്പോൾ കാണുന്ന പോലെ 2 yearനൊക്കെ ആയിട്ടുള്ള ഒരുപാട് അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷനും അതുപോലെ തന്നെ അവരുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് കാര്യമുണ്ട്. അപ്പം ഇത് ഞങ്ങളുടെ ശങ്കരനാട്ടോ, കസിൻ്റെ മോനാണ്. അപ്പോൾ ഇവൻ ഫുള്ളി എന്താ പറയുക, ആരെയും മൈൻഡ് ചെയ്യേണ്ടവൻ അവരുടെ ലോകത്തങ്ങ് തകർക്കുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ വേർത്തായിരിക്കും. എന്തായാലും ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ദേ വിൽ എൻജോയ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഐസ്ക്രീമും കഴിച്ചു. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്ത് അതും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വളരെ നല്ലൊരു ദിവസമായിരുന്നു. കുട്ടികൾ എൻജോയ് ചെയ്തു, ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. എടപ്പള്ളിയിലുള്ള ഒബ്രോൺ മാളിലാണ് സിംസാം എന്നുള്ള പേര്. എനിക്ക് തോന്നുന്നു ഫുഡ് കോർട്ടിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണിത്. ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഉള്ളത്. അവസാനം ഞങ്ങൾ ഈ പിള്ളേരെ അവിടെ നിന്ന് വലിച്ചയച്ചുകൊണ്ട് വരികയായിരുന്നു. അത് ലാസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോയുടെ എൻഡ് കാണാം ഞങ്ങൾ എങ്ങനെയാണ് അവനെ അവിടെ നിന്ന് പുറത്തിറക്കിയെന്നുള്ളത്. കാരണം 1 hour കഴിഞ്ഞിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.